അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം സ്നേഹമില്ല, പരസ്പരം മനസ്സിലാക്കുന്നില്ല, മിണ്ടുന്നില്ല, ഫോൺ വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരാതികളും വിഷമങ്ങളും എപ്പോഴും കേൾക്കുന്നവരാണ് നാം എല്ലാവരും. പലരും വീഡിയോയുടെ കമന്റിലൂടെ സങ്കടങ്ങൾ അറിയിക്കുന്നവരുമാണ്. എന്നാൽ ഭർത്താക്കന്മാർക്ക് ഭാര്യയുടെ സ്നേഹം ലഭിക്കാൻ ഉപകരിക്കുന്ന കുറച്ച് ടിപ്സുകളാണ് ഇന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഭാര്യയുടെ സ്നേഹം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയും. ഭാര്യമാരും ഇതുപോലെ ഭർത്താക്കന്മാരോട് തിരിച്ചും ചെയ്യുകയാണെങ്കിൽ അവരിൽ നിന്നുള്ള സ്നേഹവും നിങ്ങൾക്കും ലഭിക്കാൻ അത് കാരണമായിത്തീരും. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്നത് കൂടുതലും ഭർത്താക്കന്മാർക്ക് ഉപകരിക്കുന്ന കാര്യമാണ്. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, ഒരു മാഷാ അല്ലാഹ് കമൻ്റായി രേഖപ്പെടുത്തുക. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും സമാധാനത്തിലുമാക്കി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പ്രിയപ്പെട്ട ഭാര്യയെ അടുക്കളയിൽ സഹായിക്കുക എന്നുള്ളതാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ അടുക്കളയിൽ സഹായിച്ചിരുന്നു എന്നും അവർക്ക് വേണ്ട വിറകുകൾ മുത്തുനബി ശേഖരിച്ചു കൊണ്ടുവന്നു കൊടുത്തിരുന്നു എന്നും അടുപ്പ് കത്തിച്ചു കൊടുത്തിരുന്നു എന്നും അടുക്കളയിൽ ഭാര്യമാരുള്ള സമയത്ത് കുഞ്ഞുങ്ങളെ പുറത്തേക്കൊക്കെ കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു എന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തത്, പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഒരു ഉരുള ഭക്ഷണമെങ്കിലും അവളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുക. പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം കിട്ടുമ്പോൾ അതവൾക്ക് വലിയ സന്തോഷമായിരിക്കും. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വായിലേക്ക് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം വാരി വെച്ചു കൊടുക്കുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. മാത്രവുമല്ല, ആയിഷ ബീവി ഒരു ഗ്ലാസ് എടുത്ത് വെള്ളം കുടിച്ചപ്പോൾ ആയിഷ ബീവിയുടെ ചുണ്ട് തട്ടിയ അതേ ഭാഗത്ത് തന്നെ മുത്തുനബിയുടെ ചുണ്ട് തട്ടിച്ചുകൊണ്ട് മുത്തുനബി വെള്ളം കുടിച്ചിരുന്നു എന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, ഭാര്യമാരോട് ഒന്നിച്ച് കുളിക്കാൻ വേണ്ടി ശ്രമിക്കണം. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാനും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സുബ്ഹിക്ക് ഒന്നിച്ചു കുളിക്കുമായിരുന്നു എന്ന്. ഭാര്യമാരുടെ നെറ്റിത്തടത്തിൽ ചുംബിക്കുക ഇത് ശക്തിയായ സുന്നത്തുള്ള കാര്യവുമാണ് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുക, പുഞ്ചിരിക്കുക, അവർക്ക് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുക. അവർക്ക് അതിയായി ആഗ്രഹമുള്ള കാര്യങ്ങൾ പലപ്പോഴായി നമ്മോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവർ വിചാരിക്കാത്ത ഒരു സമയത്ത് ആ സമ്മാനം നമ്മൾ അവർക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ അതവരിൽ നിന്ന് വലിയ സന്തോഷം, സ്നേഹം നമുക്ക് കിട്ടാൻ ഒരു കാരണമായിത്തീരും. അതുപോലെ ഭാര്യമാർക്ക് മെൻസസ് പീരീഡിൽ അവരുടെ കൂടെ അവർക്കൊരു ആശ്വാസമായിക്കൊണ്ട് നാം അവരുടെ കൂടെ നിൽക്കുക. അവരുടെ മടിയിൽ തല വെച്ചുകൊണ്ട് കിടക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തല വെച്ച് കിടന്നിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. ഭാര്യമാരോടൊത്ത് തമാശകൾ പറയാൻ വേണ്ടി, അവരോടൊത്ത് കളിക്കാൻ വേണ്ടിയുമൊക്കെ നാം സമയം കണ്ടെത്തണം. മുത്തുനബിയും ആയിഷ ബീവിയും തമാശകൾ പറയുകയും കളിക്കുകയും ചെയ്തിരുന്നു എന്ന് ഹദീസുകളിലൊക്കെ കാണാൻ കഴിയും. മുത്തുനബിയുടെ ജീവിതത്തിൽ സംഭവിച്ച നമുക്ക് സുന്നത്തായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിലൊക്കെ
നാം ഇത് പ്രാവർത്തികമാക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ഭാര്യമാരുടെ സ്നേഹം നമുക്ക് 10 മടങ്ങായി ലഭിക്കും ഇൻഷാ അല്ലാഹ്. ഭർത്താക്കന്മാരോടും അതുപോലെ നിങ്ങൾ നല്ല നിലയിൽ പെരുമാറിയാൽ അവരുടെ സ്നേഹവും നിങ്ങൾക്കും ലഭിക്കും. അല്ലാഹു തആല നമ്മുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. എല്ലാ പിണക്കങ്ങളും മാറ്റി നല്ല ഒരു അന്തരീക്ഷം നമ്മുടെ വീടുകളിലൊക്കെ അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങളുടെ ദുആ വസിയത്തും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ അറിവിനെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.